ശോഭയിലേക്കാണ് പോകുന്നത്. ശോഭ, ഈ അപകടം നടന്ന കെട്ടിടത്തിലെ 3 വാർഡുകൾ അല്ലേ, 10, 11, 14 വാർഡുകൾ, ശോഭ ആരുടെ ബൈസ്റ്റാൻഡറായിട്ട് വന്നതാണ്? ആരുടെ കൂട്ടിയിരിപ്പുകാരിയായി വന്നതാണ്? എൻ്റെ അമ്മയുടെ. ഈ കെട്ടിടത്തിന്റെ ഒരു അവസ്ഥ ശോഭയ്ക്ക് പറയാമോ? ഇവിടുത്തെ ശുചിമുറികൾ നിങ്ങൾ ഉപയോഗിച്ചതാണല്ലോ അല്ലേ? ആണ്, ശുചിമുറികൾ ഉപയോഗിച്ചതാണ്. എന്താണ് അവിടുത്തെ ആ കെട്ടിടത്തിന്റെ ഒരു അവസ്ഥയൊന്ന് പറയൂ. എന്നാണ് നിങ്ങൾ ആശുപത്രിയിൽ അമ്മയുമായിട്ട് എത്തിയത്? ഞങ്ങളിന്ന് 20 ദിവസമായി എത്തിയിട്ട്. മേൽക്കൂരി എല്ലാം പൊട്ടി പൊളിഞ്ഞതായിരുന്നു. ഏത് വാർഡിലാണ് അമ്മ കിടക്കുന്നത്? വിള്ളലുണ്ടായിരുന്നു. ഏത് വാർഡിലാണ്? 10ാം വാർഡിലെ 10ാം വാർഡിൽ. പറഞ്ഞോളൂ, വാർഡിന്റെ സ്ഥിതി എന്താണ്? വാർഡിന്റെ സ്ഥിതി അപ്പോൾ അവിടെ അടച്ചു പൂട്ടി, വേറെ വാർഡിലോട്ട് ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്തു. അല്ലല്ല, നിങ്ങൾ അവിടെ ഉള്ളപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. മേൽക്കൂരിയൊക്കെ എങ്ങനെയാണ്? മേൽക്കൂരി എല്ലാം ഇടിഞ്ഞ് താഴെ വീണായിരുന്നു. ഒരു വലിയൊരു സൗണ്ട് കേട്ടായിരുന്നു. ഞാനിന്നേരം അമ്മയും കൊണ്ട് വേറെ ഒരു വാർഡിലോട്ട് പോയായിരുന്നു. ഒരു ഇതുണ്ടായിരുന്നു, അതിനു വേണ്ടി അങ്ങോട്ട് പോയായിരുന്നു. അപ്പോഴാണ് ഈ അപകടം. ആന്നു. ഈ ശുചിമുറിയുടെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ ഉപയോഗിച്ചാണല്ലോ അല്ലേ? ഇന്ന് രാവിലെയും പോയിരുന്നോ? ആന്നു, എന്നും പോകുന്നതാ. എന്താണ് അവിടുത്തെ ഒരു ശുചിമുറി എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ്? എല്ലാ ഭാഗവും പൊളിഞ്ഞു നിൽക്കുകയാണോ? മുകളിൽ നിന്നൊക്കെ വീഴാനുള്ള അവസ്ഥയിലാണ് ചിലർ പറയുന്നത്. വിണ്ട് കയറി നിൽക്കുമായിരുന്നു 4 സൈഡും. ഇപ്പോൾ ആ ഭാഗമൊക്കെ ഇപ്പോൾ തകർന്ന് വീണു താഴേക്ക് അല്ലേ? തകർന്നു വീണു. ഇപ്പോൾ ഏത് ശുചിമുറിയാണ് അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? പൂട്ടിയിട്ട കെട്ടിടമാണ് വീണത് എന്നാണല്ലോ ഇപ്പോൾ മന്ത്രി നേരത്തെ പറഞ്ഞത്. അത് ശോഭയും കേട്ടതാണല്ലോ. ഏത് ഭാഗത്തെ ശുചിമുറിയാണ് പൂട്ടിയിട്ടിരിക്കുന്നത്? അത് പൂട്ടിയിട്ടിരിക്കുന്ന ഇപ്പം 10ാം വാർഡിലെ ശുചിമുറി തകർന്ന് താഴെ വീണു. അവിടെ പൂട്ടിയിട്ടിട്ടില്ല. ഞങ്ങൾ ഇത്രയും ജനങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. 30-35 പേരുണ്ടായിരുന്നു അവിടെ. അല്ല, പൂട്ടിയിട്ടത് എവിടത്തെയാണ് അറിയാമോ? അത് പൂട്ടിയിട്ടതൊന്നുമല്ല, അവിടെ പൂട്ടിയിട്ടത് എവിടത്തെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.